വേണ്ടിയിട്ടാ ഹരി നീ ആ പെണ്ണ് തന്നെ മതിയെന്ന് വാശി പിടിച്ചത്? കാണാനോ മേനയില്ല, എന്നാ പിന്നെ പഠിപ്പിലുണ്ടെങ്കിൽ ആട്ടെ, ഇതതും ഇല്ലല്ലോ. സവിത അമ്മായി ചോദിച്ചപ്പോൾ അതിന് ഹരി ചിരിച്ചതേ ഉള്ളൂ. ഞാനതിന് അവളെ കല്യാണം കഴിച്ച് സൗന്ദര്യ മത്സരത്തിലൊന്നും പങ്കെടുപ്പിക്കാൻ കൊണ്ടുപോകുന്നില്ലല്ലോ അമ്മായി എന്ന് പറഞ്ഞപ്പോഴേക്ക് സവിതയുടെ മുഖം വാടി. സവിതയ്ക്ക് അവരുടെ മൂത്ത മകൾ ഗൗരിയെ ഹരിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്ന ചെറിയൊരു താല്പര്യം ഉണ്ടായിരുന്നു. സവിത അത് ഭർത്താവിനോട് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ അയാൾക്ക് നേരിട്ട് അളിയനോട് പോയി പറയാൻ ഒരു മടി. അതുകൊണ്ടാണ് അയാൾ ഇങ്ങോട്ട് അവർ വന്ന് അന്വേഷിക്കട്ടെ എന്നും പറഞ്ഞു നിന്നത്. അതിനിടയിലാണ് ഹരിതന്റെ അച്ഛൻ്റെ അകന്ന ബന്ധത്തിലുള്ള ഒരു സ്ത്രീയുടെ മകളെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത്. ആരാണ് എന്താണ് എന്നറിഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി. സുന്ദരനായ ഹരി കണ്ടുപിടിച്ചത് കാണാൻ വലിയ ഗുണമൊന്നുമില്ലാത്ത ഒരു പെണ്ണിനെ. എല്ലാവരും എതിർത്ത് നോക്കി. എന്നാൽ ഹരിയുടെ അച്ഛനും അമ്മയും മാത്രം എതിർത്തില്ല. അതിനു പിന്നിൽ വലിയൊരു കഥയുണ്ടായിരുന്നു. ഹരി ദുബായിലാണ്. നല്ല ജോലിയാണ് അയാൾക്കവിടെ. മാഷായിരുന്ന അച്ഛനും ടീച്ചറായിരുന്ന അമ്മയ്ക്കും ഏക മകൻ. ശരിക്കും സ്വർഗം പോലെ ഒരു വീട്. മാഷും ടീച്ചറും പരസ്പരം സ്നേഹിച്ച് സമാധാനമായി പോയിരുന്ന സമയത്താണ് ടീച്ചർക്കൊരു ദിവസം നെഞ്ചുവേദന വരുന്നത്. അതോടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അന്ന് ഹരി ദുബായിൽ പോയിട്ട് അധികമായില്ല. മാഷ് മാത്രമേ ഭാര്യയുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ടീച്ചർക്ക് ഹാർട്ടിന് പ്രശ്നമാണ്, അതുകൊണ്ട് സർജറി വേണമെന്ന് പറഞ്ഞു. ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യാൻ കഴിയില്ല, ഓപ്പൺ ഹാർട്ട് സർജറി തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും മാഷ് ഞെട്ടിപ്പോയി. ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പോലും ആരും വന്നില്ല. ടീച്ചറുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ആരെങ്കിലും കൂടെ വേണം. ബന്ധുക്കളോടെല്ലാം പറഞ്ഞുവെങ്കിലും അവർക്കാർക്കും അന്ന് ഒഴിവുണ്ടായിരുന്നില്ല. ഒടുവിൽ മാഷ് തന്നെയാണ് ആരെയെങ്കിലും കിട്ടുമോ എന്ന് നോക്കാൻ പോയത്. ആ സമയത്താണ് കാർത്യാനി എന്ന അകന്ന ബന്ധു കാണാൻ വരുന്നതും ടീച്ചറുടെ അവസ്ഥ കണ്ട് സഹതാപം തോന്നി തൻ്റെ മകളെ അവിടെ നിർത്താമെന്ന് സമ്മതിച്ചതും. ചന്ദന, അതായിരുന്നു അവളുടെ പേര്. ഒറ്റ നോട്ടത്തിൽ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല. പക്ഷെ അവളോട് സംസാരിച്ചാൽ അവളുടെ സ്നേഹം ആ മുഖത്ത് സൗന്ദര്യമായി തിളങ്ങുന്നുണ്ട് എന്ന് തോന്നും. ചന്ദന എന്നൊരു കുട്ടി വന്നിട്ടുണ്ട്, കാർത്യാനി അപ്പച്ചിയുടെ മകളാണ് എന്നെല്ലാം പറഞ്ഞപ്പോൾ ഹരിക്ക് സമാധാനമായി. എന്തായാലും സ്വന്തക്കാർ തന്നെയാണല്ലോ കൂടെയുള്ളത് എന്ന്. പിന്നെ ഓരോ ദിവസവും ഹരി അവളെപ്പറ്റി കൂടുതൽ കൂടുതൽ അറിയുകയായിരുന്നു. ഒരു മകളില്ലാത്തതിൻ്റെ വിഷമം പലപ്പോഴും പറയുമായിരുന്ന അമ്മ ആ വിഷമം നിർത്തി ഇപ്പോൾ പറയുന്നത് മുഴുവൻ ചന്ദനയെ പറ്റിയാണ്. ആ വീട്ടിലിപ്പോൾ എല്ലാം ചന്ദനയാണ്. കാർത്യാനിയുടെ അരികിലേക്ക് തിരികെ പോകാൻ അവൾ നിന്നപ്പോൾ കരഞ്ഞു പോകണ്ട എന്ന് പറഞ്ഞതും അമ്മ തന്നെയായിരുന്നു. പട്ടിണിയും പരിവട്ടവുമായിരിക്കുന്ന സ്വന്തം വീട്ടിലേക്ക് പോകാതെ ഇവിടെ തന്നെ നിൽക്കാൻ അവൾക്കും 100 സമ്മതം. ഒടുവിൽ മകന് പെണ്ണ് നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇതുവരെ തിരിഞ്ഞു നോക്കാതിരുന്ന ബന്ധുക്കൾ ഓരോരുത്തരായി എത്തി തുടങ്ങി. അച്ഛനും അമ്മയ്ക്കും നല്ലൊരു തുക പെൻഷനായി ലഭിക്കും. പിന്നെ കണ്ണെത്താത്ത ദൂരത്തോളം സ്വത്ത്. മകനാണെങ്കിൽ ദുബായിൽ നല്ല ജോലി. ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കും വിധം ഒരു കുടുംബം. പെണ്ണന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ചന്ദ്രമോളെ പോലൊരു മരുമകളെ മതിയെന്ന്. അതുപോലെ ഒരു മരുമകളെ തരാൻ അച്ഛനെയും അമ്മയും ഏൽപ്പിച്ചു. പക്ഷെ എവിടെ ചെന്നാലും അവർക്ക് ചന്ദനയെപ്പോലെ ഒരു കുട്ടിയെ കിട്ടിയില്ല. ഞങ്ങൾക്ക് ആരെ ഇഷ്ടാവുന്നില്ല ഹരി, നീ നാട്ടിൽ വന്ന് നീ തന്നെ തിരയൂ എന്ന് അമ്മ പറഞ്ഞപ്പോൾ പിന്നെ ലീവ് എടുത്തു നാട്ടിലേക്ക് വന്നു. അവിടെ വന്നപ്പോഴാണ് വീട്ടിലെ കാര്യങ്ങൾ മൊത്തം മാറിയിരിക്കുന്ന കാര്യം കണ്ടത്. രാവിലെ ചന്ദന നേരത്തെ എഴുന്നേറ്റ് അടുക്കളയിൽ കയറും. അവൾ അടുക്കളയിൽ കയറി എന്തെങ്കിലും പാത്രത്തിൻ്റെ ശബ്ദം കേട്ടാൽ അമ്മ കൂടെ ചെല്ലും. അവളെ ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല. അവളാണെങ്കിൽ തിരികെ അമ്മയും ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. ഒരു കുഞ്ഞിനെ പോലെ അമ്മയെ കൊഞ്ചിച്ചുകൊണ്ട് നടക്കുന്നവൾ ആദ്യം അത്ഭുതമായിരുന്നു. ഒരു പ്രായമെത്തിയപ്പോൾ ഞാൻ പോലും അമ്മയെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാറില്ല, ഉമ്മ വയ്ക്കാറില്ല. എൻ്റെ അച്ഛനോടും അമ്മയോടും ഒരു കുഞ്ഞിനെ പോലെ അവൾ പെരുമാറുന്നത് കണ്ടപ്പോൾ ആദ്യമെല്ലാം അവളോട് ചെറിയൊരു അസൂയയായിരുന്നു. പിന്നീട് അതൊരു കൗതുകമായി. കാരണം അവരും അതൊരുപാട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. വെറുതെയല്ല എന്നോട് ചന്ദനയെപ്പോലെ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്ന് മനസ്സിലായി. അതുപോലൊരു പെൺകുട്ടിയെ ഞാനും അന്വേഷിച്ചു നടന്നു. പക്ഷേ എവിടെയും എനിക്ക് അതുപോലെ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ഞാൻ തന്നെയാണ് അമ്മയോട് ചോദിച്ചത്, അതുപോലെ ഒരു പെൺകുട്ടിയെ എന്തിനാ, അവൾ തന്നെ പോരെ എന്ന്. അത് കേട്ടപ്പോൾ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞത് ഞാൻ കണ്ടു. നിന്റെ സങ്കല്പത്തിനൊത്ത പെൺകുട്ടി ആവില്ല എന്ന് കരുതിയാണ് അമ്മ നിർബന്ധിക്കാതെ ഇരുന്നത് എന്നുകൂടി കേട്ടപ്പോൾ ആ 2 പേരുടെയും മനസ്സിൽ ഇങ്ങനെയൊരു ആഗ്രഹം എന്നു മുതലോ കയറി കൂടിയിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലായി. പിന്നെ കൂടുതൽ താമസിച്ചില്ല. കാർത്യാനി അപ്പച്ചിയോട് കാര്യങ്ങളെല്ലാം പോയി പറഞ്ഞത് അച്ഛനായിരുന്നു. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരിക്കലും ഇങ്ങനെയൊരു കാര്യസാധ്യത്തിന് വേണ്ടി ആയിരുന്നില്ല അവർ മകളെ അയച്ചത്. കാര്യമെല്ലാം അറിഞ്ഞ് അവളും ഒരു ദിവസം എന്നെ വഴിയിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അതെ, ടീച്ചറിനെയും മാഷിനെയും ഞാൻ ഇനിയും നോക്കിക്കൊള്ളാമെന്ന് വെച്ച് ഇങ്ങനെ ഒരു ത്യാഗമൊന്നും ചെയ്യണ്ട. നമ്മൾ തമ്മിൽ ചേരില്ല.
നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ആ ഉണ്ടക്കണ്ണുകളിൽ 2 കണ്ണുനീർത്തുള്ളി ഉരുണ്ടുകൂടി നിൽക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഈ കുട്ടിയെ തന്നെ മതിയെങ്കിലോ എന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വാസമാകാതെ എന്നെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പതിയെ ആ കരച്ചിൽ ഒരു പുഞ്ചിരിയായി വിടരുന്നത് ഞാൻ കണ്ടു. അത് മതിയായിരുന്നു അവൾക്ക് സമ്മതമാണ് എന്ന് മനസ്സിലാക്കാൻ. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. സവിത അമ്മായിയെപ്പോലെ ഒരുപാട് പേർ കല്യാണം മുടക്കാൻ വേണ്ടി വന്നു. പക്ഷേ അതിലൊന്നും ഞങ്ങൾ 3 പേരും ഒരു ശ്രദ്ധയും കൊടുത്തില്ല. ഇന്നവൾ വലതുകാൽ വെച്ച് എൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നു. എൻ്റെ ഭാര്യയായി, എൻ്റെ അച്ഛനും അമ്മയ്ക്കും പ്രിയപ്പെട്ട മകളായി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.